ഹലോ ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ രേവതി അടുക്കളയിൽ കയറുന്നില്ലല്ലോ ഇപ്പോൾ. പകരം നമ്മുടെ സച്ചി നമ്മുടെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാട്ടോ. അതായത് അച്ഛൻ രാവിലെ നടന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വെള്ളം കൊടുക്കണം എന്നൊക്കെ പറയുക. അപ്പൊ നമ്മുടെ രേവതി കൊടുക്കുന്നതിലും കുറച്ച് വൈകി പോകും നമ്മുടെ സച്ചി. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അച്ഛാ സോറി അച്ഛാ, ഞാൻ എന്നാലിപ്പം ലേറ്റ് ആയിപ്പോ. രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ നടന്നു കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കണമെന്ന്. ഇനി ഞാൻ നല്ലോണം നോക്കിക്കോളാം എന്നൊക്കെ പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ അച്ഛന് ഭയങ്കര സങ്കടം. അവൾക്ക് രേവതിക്ക് ആക്സിഡന്റ് പറ്റുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെയായിരുന്നു, ഇപ്പൊ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി, എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു എന്നൊക്കെ നമ്മുടെ അച്ഛൻ പറയുവാണേ. പിന്നീട് നമ്മുടെ വർഷയും ശ്രീകാന്തും നമ്മുടെ രേവതിയുടെ അടുത്ത് വരുവാണ്. അപ്പൊ സച്ചിൻ രേവതിയുടെ അടുത്ത് 24 മണിക്കൂറും ഉണ്ട് കേട്ടോ. രേവതിക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. അതിനുശേഷം നമ്മുടെ രേവതിനെ കണ്ട് സംസാരിച്ചൊക്കെ വർഷം ഇങ്ങനെ തിരികെ പോകുമ്പോൾ നമ്മുടെ സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടാ പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണേ എന്ന് പറയും. അപ്പൊ സച്ചിക്ക് ഭയങ്കര ഒരു സമാധാനമാവട്ടെ, എന്നോട് ആദ്യമായിട്ട് ഈ വീട്ടിൽ ഒരാൾ അങ്ങനെ പറയുന്നേ. ഇങ്ങനെയൊക്കെ പറയാൻ ആളുള്ളത് തന്നെ ഭയങ്കര സമാധാന വർഷേ, ഞാൻ എന്തായാലും ചോദിച്ചോളാം ആവശ്യമുള്ളപ്പോ എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ വർഷയ്ക്കും സന്തോഷം, സച്ചിക്കും സന്തോഷം. ഇത് കേട്ട നമ്മുടെ ശ്രീകാന്തിനും രേവതിക്കും സന്തോഷം അല്ലെ. അങ്ങനെ മൊത്തത്തിൽ സന്തോഷത്തോട് സന്തോഷം. കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.